രവി ഉത്ഭവം റോങ്താങ് ചുരം കുളുമല, നീളം 720 കിലോമീറ്റർ. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നു. പ്രാചീന രേഖകളിൽ ഐരാവതി, പരുഷ്ണി എന്നിങ്ങനെ അറിയപ്പെടുന്നു. ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം. തേയിങ് ഡാം, രഞ്ജിത്ത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നു. ഷാബൂർകണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നു. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായിരുന്ന ഹാരപ്പ നിലനിന്നിരുന്ന നദി. രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാന പട്ടണം ലാഹോർ. ഉത്ഭവം ഹിമാലയത്തിലെ റോങ്താങ് ചുരം. പ്രാചീന കാലത്ത് വിഭാസ എന്നറിയപ്പെടുന്നു. വേദങ്ങളിൽ അർജിക്കൂജ എന്ന് വിശേഷിപ്പിക്കുന്നു. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി. പഞ്ചാബിലെ കപൂർത്തലയിൽ വെച്ച് സല്ലജുമായി കൂടിച്ചേരുന്നു. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നു. സല്ലജ് ഉത്ഭവം മാനസ സരോവർ, രക്ഷാസ്ഥൽ തടാകം, ടിബറ്റ്. സല്ലജിലെ അണക്കെട്ടാണ് ഫഗ്രാനങ്കർ. വേദകാലഘട്ടത്തിൽ ഒഴുകിയിരുന്ന സരസ്വതി നദികളുടെ പോഷക നദികളാണ് സല്ലജ, യമുന, ദൃശ്യാവതി. സിന്ധു നദി കഴിഞ്ഞ ടിബറ്റിൽ നിന്നും ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക നദി. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി. ഷിപ്കില ചുരത്തിലൂടെയാണ് സല്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ അല്ലെങ്കിൽ രാജസ്ഥാൻ കനാൽ, സിർ ഹിന്ദ് കനാൽ എന്നിവ സ്ഥിതി ചെയ്യുന്നു. ഹിമാചൽ പ്രദേശിലെ നാഥ്പ ചാക്രി ഡാം നിർമ്മിച്ചിരിക്കുന്ന നദി സല്ലജാണ്.